ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി ഏറ്റെടുക്കൽ വൈകിയതോടെ കാന്തല്ലൂരിലെ കർഷകർ തമിഴ്നാട് ലോബിയുടെ പിടിയിൽ. കർഷകരെ തഴയുന്ന ഹോർട്ടികോർപ്പിന്റെ നിലപാടാണ് തമിഴ്നാട്ടിലെ പച്ചക്കറി ലോബി മുതലെടുക്കുന്നത്. തമിഴ്നാട്ടിൽ പച്ചക്കറിക്ക് വില കുറഞ്ഞതോടെ വളരെ തുച്ഛമായ തുക മാത്രമാണ് കർഷകന് ലഭിക്കുക. കാന്തല്ലൂരിലെ നൂറുകണക്കിന് ജൈവ കർഷകരുടെ ടൺ കണക്കിന് പച്ചക്കറികളാണ് ഏറ്റെടുക്കാനാളില്ലാതെ തോട്ടങ്ങളിൽ തന്നെ കെട്ടിക്കിടക്കുന്നത്. ഹോർട്ടികോർപ്പ് 2 ദിവസം മുമ്പ് പച്ചക്കറി സംഭരണം ആരംഭിച്ചുവെങ്കിലും ഉൽപാദന ചെലവ് പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. ഓണത്തിനായിട്ടും നമ്മൾ കർഷകർ വേണമെന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പ് പറയും, ഉടൻ തന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കോട്ടിക്കൊടുപ്പ് ഈ പ്രാവശ്യം എടുക്കാന്ന് പറഞ്ഞിട്ട് സാധനം ഇഷ്ടംപോലെ നഷ്ടമായി പോയിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന പച്ചക്കറികൾ ഇനി തമിഴ്നാട്ടിലെ മൊത്തക്കച്ചവടക്കാർ പറയുന്ന വിലയ്ക്ക് അവർക്ക് നൽകുക മാത്രമേ നിർവാഹമുള്ളൂ. തമിഴ്നാട്ടിൽ പച്ചക്കറി വില കുത്തനെ ഇടിഞ്ഞതോടെ വളരെ കുറഞ്ഞ തുക മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുമുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ഏജന്റ് കൊടുത്തിട്ട്, പക്ഷേ ഇനി ഓണം കഴിഞ്ഞാൽ പ്രൈവറ്റ് ഏജന്റിന് എന്ത് വില ചോദിച്ചാൽ ആ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു ഗതികേടിലേക്ക് കർഷകർ തള്ളപ്പെടും. കഴിഞ്ഞ ദിവസം കർഷകരിൽ നിന്ന് സംഭരിച്ച പച്ചക്കറികളുടെ പണം നൽകാനും ഹോർട്ടികോർപ്പ് തയ്യാറായിട്ടില്ല. 10 ലക്ഷത്തോളം രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. ഹോർട്ടികോർപ്പിന്റെ നിസ്സംഗതയ്ക്കെതിരെ കാന്തല്ലൂരിലെ കർഷകർ കടുത്ത പ്രതിഷേധത്തിലാണ്. കർഷകരെ സമ്മർദ്ദത്തിലാക്കി തമിഴ്നാട് ലോബിയെ സഹായിക്കാനാണ് ഹോർട്ടികോർപ്പ് ഇവിടെ ശ്രമിക്കുന്നത്. മലയാളികൾ വിഷപ്പച്ചക്കറി തിന്നാലും തങ്ങളുടെ കീശ നിറയണമെന്നാണ് ഹോർട്ടികോർപ്പിലെ ഒരു വിഭാഗത്തിന്റെ നിലപാടെന്ന് ഇതോടെ വ്യക്തമാകുന്നു. കാന്തല്ലൂരിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.